ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീ മുത്തേരി. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സൗരയൂഥം എപ്പോഴും വിസ്മയങ്ങൾ നിറഞ്ഞതാണല്ലോ. എപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണത്. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനും 8 ഗ്രഹങ്ങളും ധാരാളം ചെറിയ വസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. 4500 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇത് രൂപപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ക്രമം സൂര്യനോട് ഏറ്റവും അടുത്തു നിന്നും അകലങ്ങളിലേക്ക് പോകുന്ന പ്രകാരമാണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെയാണ് അതിന്റെ ക്രമം. സൗരയൂഥം സൂര്യനിൽ നിന്നും 4 ആന്തരിക ഗ്രഹങ്ങളെ മറികടന്ന് ആസ്ട്രോയിഡ്സിലൂടെ 4 വാതക ഭീമന്മാരിലേക്കും ഡിസ്ക് ആകൃതിയിലുള്ള കൈപ്പർ ബെൽറ്റിലേക്കും കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയിലുള്ള ഹീലിയോപോസിലേക്കും വ്യാപിച്ചു കിടക്കുന്നു. നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥത്തിനപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന മഞ്ഞുപാളികളുടെ ആകൃതിയിലുള്ള ഒരു പ്രദേശമാണ് കൈപ്പർ ബെൽറ്റ്. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ആന്തരിക 4 ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയെ ഭൗമഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. കാരണം അവയുടെ ഉപരിതലങ്ങൾ പാറയാണ്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയെ ജോവിയൻ അല്ലെങ്കിൽ വ്യാഴം പോലെയുള്ള ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. കാരണം അവയുടെ വലിപ്പം ഭൗമഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കൂടുതലാണ്. പാറക്കെട്ടുകളേക്കാൾ അവ കൂടുതലും ഹൈഡ്രജൻ, ഹീലിയം, അമോണിയം തുടങ്ങിയ വാതകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൗരയൂഥത്തിന്റെ പിണ്ഡത്തിന്റെ 99% അടങ്ങിയിരിക്കുന്ന സൂര്യൻ സൗരയൂഥത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അതിന്റെ സെൻട്രിഫ്യൂഗൽ പുള്ളിലൂടെ മറ്റെല്ലാ ഗ്രഹങ്ങളുടെ ചലനത്തെയും സ്വാധീനിക്കുന്നു. സൗരയൂഥ രൂപീകരണത്തെക്കുറിച്ച് പല വ്യത്യസ്തമായ തിയറികൾ നമ്മൾക്ക് മുന്നിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചത്തിലെ സമീപകാലവും മുന്നോട്ടുള്ളതുമായ മൊത്തത്തിലുള്ള ദ്രവ്യത്തിന് ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായി എന്നാണ്. അതേസമയം അത് ചെറിയ പന്തായി ഏകീകരിക്കപ്പെട്ടു. അത് വലിയ സ്ഥിരതയോടും തീവ്രമായ ചൂടോടും കൂടി സിംഗുലാരിറ്റി എന്ന് ലേബൽ ചെയ്തു. 1755 ജർമ്മൻ തത്വചിന്തകനായ ഇമ്മാനുവൽ കാണ്ട് നിർദ്ദേശിച്ചതാണ് ഗ്യാസസ് മാസ് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ വാതക ദ്രവ്യ സിദ്ധാന്തം. ഈ സിദ്ധാന്തം ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമത്തിന്റെയും ഭ്രമണചലനത്തിന്റെയും തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. സൗരയൂഥം ആരംഭിച്ചത് കണികകളുടെ ചിതറിക്കിടക്കുന്ന ഒരു മേഘമായാണ് എന്നായിരുന്നു കാണ്ടിന്റെ പ്രധാന ആശയം. കണങ്ങളുടെ പരസ്പര ഗുരുത്വാകർഷണം അവയെ ചലിപ്പിക്കുന്നതിനും കൂട്ടിയിടിക്കുന്നതിനും കാരണമായി എന്ന് അദ്ദേഹം അനുമാനിച്ചു. ആ സമയത്ത് രാസശക്തികൾ അവയെ ഒന്നിച്ചു നിർത്തി. ഈ അഗ്രഗേറ്റുകളിൽ ചിലത് മറ്റുള്ളവയേക്കാൾ വലുതായതിനാൽ അവ കൂടുതൽ വേഗത്തിൽ വളർന്നു. ഒടുവിൽ ഗ്രഹങ്ങളായി രൂപപ്പെട്ടു. മറ്റൊരു തിയറി 1796 പേറി സൈമൺ ഡി ലാപ്ലേസ് മുന്നോട്ട് വെച്ച ദ നെബുലാർ ഹൈപ്പോത്തിസിസ് ആണ്. സൂര്യനും ഗ്രഹങ്ങളും ഒരു ഭ്രമണം ചെയ്യുന്ന നെബുലയിൽ രൂപപ്പെട്ടു. അത് തണുത്തു തകർന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആശയം. 1900 ഫോറസ്റ്റ് ആർ മൗൾട്ടണും തോമസ് സി ചേംബറും രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് പ്ലാനറ്റിസിമൽസ് തിയറി. ഇത് പ്രകാരം സൂര്യനു ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റിസിമലുകൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ തീർച്ചയായും ചെറിയ കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ്. നമ്മുടെ സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ എന്നിവ ആശ്ചര്യങ്ങൾ നിറഞ്ഞതാണ്. സൗരയൂഥത്തിൽ നിലവിൽ അറിയപ്പെടുന്ന 1 കോടിയിലധികം ചിഹ്നഗ്രഹങ്ങളും 3000-ലധികം ധൂമകേതുക്കളും ഉണ്ട്. ചിഹ്നഗ്രഹങ്ങളും ധൂമകേതുക്കളും യഥാക്രമം അകത്തെയും പുറത്തെയും സൗരയൂഥങ്ങളിലെ ഗ്രഹരൂപീകരണത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ധൂമകേതുക്കളെ അവയുടെ പരിക്രമണ കാലയളവ് അല്ലെങ്കിൽ സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ദൈർഘ്യമേറിയ ധൂമകേതുക്കൾ 200 വർഷത്തിൽ കൂടുതൽ പരിക്രമണ കാലയളവുണ്ട്. നേരെ മറിച്ച് മിക്ക ഹ്രസ്വകാല ധൂമകേതുക്കളും പ്രത്യേകിച്ച് 20 വർഷമോ അതിൽ കുറവോ ദൈർഘ്യമുള്ളവയാണ്. ഗ്രഹത്തിന്റെ അതേ ദിശയിൽ ഗ്രഹങ്ങളെ ചുറ്റുന്ന വസ്തുക്കളെ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയും സൗരയൂഥത്തിന്റെ ഭാഗമാണ്. ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ. കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നും അറിയപ്പെടുന്ന ഉപഗ്രഹങ്ങൾ മനുഷ്യനിർമ്മിതമാകാം. ചന്ദ്രനേക്കാൾ വളരെ അടുത്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. സ്വന്തം ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പ്ലാസ്മയിൽ തിളങ്ങുന്ന ഗോളാകൃതിയിലുള്ള ഒരു ആകാശ വസ്തുവാണ് നക്ഷത്രം. രാത്രിയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ ദൃശ്യമാകും.
ഒരു നക്ഷത്രം പ്രകാശിക്കുന്നത് അതിന്റെ കാമ്പിൽ ഹൈഡ്രജന്റെ തെർമോന്യൂക്ലിയർ സംയോജനം ഹീലിയമായി മാറുന്നതിനാലാണ്. ഇവയെ നക്ഷത്ര സമൂഹങ്ങളായും ആസ്റ്ററിസങ്ങളായും തരംതിരിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയന്റെ അഭിപ്രായത്തിൽ കുള്ളൻ ഗ്രഹം സൂര്യനെ ചുറ്റുന്ന ഏകദേശം വൃത്താകൃതിയിലുള്ള ആകൃതി സ്വീകരിക്കാൻ ആവശ്യമായ പിണ്ഡമുള്ള അതിന്റെ ഭ്രമണപഥത്തിന് ചുറ്റുമുള്ള അയൽപ്പക്കങ്ങൾ മായ്ക്കാത്തതും ചന്ദ്രനുമല്ലാത്തതുമായ ഒരു ആകാശഗോളമാണ്. സൗരയൂഥം എപ്പോഴും നമ്മൾക്കൊരു അത്ഭുതമാണ്. ഇനിയും അറിയാൻ കഴിയാത്ത പല ശാസ്ത്ര സത്യങ്ങളും അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലൂടെ അത്തരം രഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷയോടെ ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.